രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കെല്ലാം കത്ത് നൽകിയിരുന്നുവെന്നും സുധാകരന് കത്ത് കിട്ടിയിരുന്നുവെന്നും പക്ഷെ ഞാനത് വായിച്ചില്ല എന്നുമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഏതെങ്കിലും CPIM-ന്റെ പ്രവർത്തകനോ അനുഭാവി തന്നെയോ ആണെങ്കിൽ പോലും എന്തായിരിക്കുമായിരുന്നു മാധ്യമങ്ങളുടെ പ്രചരണം? എത്ര ദിവസത്തെ അന്തിച്ചർച്ച അതിൻ്റെ ഭാഗമായിട്ട് നടക്കുമായിരുന്നു? പക്ഷേ കോൺഗ്രസിൻ്റെ DCC ട്രഷററുടെ മകനും ട്രഷററും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ആത്മഹത്യ ചെയ്തപ്പോൾ അത് സംബന്ധിച്ച് കൃത്യമായ വാർത്ത തന്നെ നൽകാൻ എന്തൊരു മടിയാണ് മാധ്യമങ്ങൾക്ക്. മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് ജനങ്ങൾ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഈ സംബന്ധിച്ച് പറയാനുള്ളത്. കുറച്ചു നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ പല കോൺഗ്രസ് നേതാക്കളും ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് തുടർക്കഥയായിട്ട് വരികയാണ്. കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലിന്റെ ഫലമായി അങ്കമാലി അർബൻ സഹകരണ സംഘം പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന PT പോളിനെ മരിച്ച നിലയിൽ ആലുവയിലെ ഹോട്ടലിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി. സംഘത്തിൽ എന്ന വാർത്തക്കിടയിലാണ് INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റായ പോളിന്റെ ദുരൂഹ സാഹചര്യത്തിൽ മരണമുണ്ടായത്. ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പല വക്താക്കളും ആത്മഹത്യയിലേക്ക് നീങ്ങി.